നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛൻ വരും. എന്റെ മോളെ ഞാൻ എന്റെ മോള് വിനയൻ എന്തെങ്കിലും കാണിച്ചാൽ അത് തെണ്ടിത്തരം തോന്നിയാസം. പുറമെ ആളും കോളും പോലീസും പട്ടാളും. ആ രഘു എന്നോട് കാണിച്ച തെണ്ടിത്തരം ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ഉണ്ടോ? നിങ്ങൾ പറ. ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കുന്ന പോലല്ലേ അവൻ എന്റെ കയ്യിൽ നിന്ന് ആ ഫോൺ പിടിച്ചു വാങ്ങിച്ചോട്ട് പോയത്. നീ കൊച്ചുകുട്ടിയല്ലെന്ന് അവന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കണമായിരുന്നു വിനയാ. അല്ലാതെ ഇവിടെ വന്ന് തുള്ളി ചാടിയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിലും ഒരു കാര്യമില്ലാതെ രഘു നിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങില്ല. നിനക്കൊന്നും ഒളിക്കാനില്ലെങ്കിൽ നീ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുവിനെയാ. നിന്റെ പുതിയ ഫോണല്ലേ അവൻ നിന്റെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചത്. ഹലോ, എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ അറിയാനൊന്നുമല്ല. എനിക്ക് അതിലൊന്നും ഒളിക്കാനുമില്ല. പക്ഷേ എന്റെ ഭാര്യയുടെ ചേട്ടൻ എന്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഫോൺ പിടിച്ച് വാങ്ങിച്ചു എന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ എനിക്ക് ഇച്ചിരി നാണക്കേടുണ്ട്. അത് ശരിയാ, നീ വലിയ കേസുമായിട്ട് മാത്രം പോലീസ് സ്റ്റേഷനിൽ പോകുന്നവനാണല്ലോ. മാമ, ഇത് നിനക്ക് വലിയ നാണക്കേടാണെങ്കിൽ ആ ഫോൺ പോട്ടെന്ന് വെക്കണ വിനയാ. അങ്ങനെ ഞാൻ കൊണ്ടു നടന്നതൊന്നും എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് ഞാൻ സഹിക്കില്ല മാമ. അടുത്ത 24 മണിക്കൂറിനകം രഘു ആ ഫോൺ എന്റെ കയ്യിൽ എത്തിച്ച് തന്നില്ലെങ്കിൽ അവൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതിരിക്കട്ടെ, നീ ഇന്നലെ എന്തിനാ ആ സുശീലയുടെ വീട്ടിൽ പോയെ? അവിടെ വെച്ചല്ലേ നീ രഘു തമ്മിൽ വഴക്കുണ്ടായേ? അതെ, ഞാൻ അവിടെ പോയതേ ചീരു അവിടെ എത്തിയിട്ടുണ്ടെന്ന് സുശീല ആന്റി എന്നെ വിളിച്ചു പറഞ്ഞോണ്ടാ. ഈ സത്യന്റെ കല്യാണം തീരുമാനിച്ച ശേഷം ചീരു അവിടെ വരുന്ന അവർക്ക് പേടിയാന്നേ. എങ്ങനെ പേടിക്കാതിരിക്കും? ഞാൻ അവിടെ ചെല്ലുമ്പോഴേ അവളും സത്യനും കൂടി ഉമ്പർത്തിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുക. ഇത് കണ്ടുകൊണ്ട് സച്ചി സാറാണ് അവിടെ കയറി വന്നിരുന്നെങ്കിൽ അദ്ദേഹം സത്യനും മകളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് സുശീലാന്റിക്ക് അറിയാം. സത്യനും ചീരും കൂടെ ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്നത് കണ്ടാ സച്ചി സാറ് സത്യന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കില്ലായിരിക്കും അല്ലേ? എന്റെ വിനയ, നീ ഇത് ഏത് ലോകത്താ ജീവിക്കുന്നേ? ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് കണ്ടാ എന്തോ വലിയ ഭൂകമ്പം നടക്കുമെന്നുള്ള നിന്റെ ഈ ചിന്താഗതി ആദ്യം മാറ്റണം. അപ്പോ സുശീലാന്റി എന്നെ വിളിച്ച് പറഞ്ഞോ മാമ? സത്യനും ചീരുവും തമ്മിലുള്ള ബന്ധത്തിൽ സംശയം ഉള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അത് തീർക്കാൻ സുശീല നിന്നെയാണോ അവിടേക്ക് പറഞ്ഞു വിടേണ്ടേ? അതവര് വേറെന്തോ മനസ്സിൽ കണ്ടിട്ട് ചെയ്തതാ. അതിന്റെ ഇടയ്ക്ക് നിന്റെ വിവരക്കേട് കൊണ്ട് നീ അതിൽ ചെന്ന് ചാടി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ടെന്തായി? രഘു അവിടെ വന്ന് നിന്റെ ഫോണും തട്ടിപ്പറിച്ചോണ്ട് പോയി. ആ ഫോൺ തിരിച്ചു വാങ്ങി തരണോന്ന് നീ സുശീലയോട് ചെന്ന് പറവിനെയാ. നിന്നെ ഒതുക്കാൻ രഘുവിനെ മനഃപൂർവ്വം പറഞ്ഞയച്ചതായിരിക്കും സുശീല. ആവുന്നല്ല. ആ രഘുവേ അതിനു മുമ്പേ തന്നെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ആ നാരയുടെ ഉദ്ദേശം വേറെയാ. ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. പുറത്താരോ വന്നല്ലോ വിനയ. അത് അവന്മാരെന്നെ വിളിച്ചിട്ട് കിട്ടാത്തോട്ട് വന്നാൽ ഞാൻ നോക്കിക്കോളാം. എനിക്ക് തോന്നി നിങ്ങളായിരിക്കുമെന്ന്. നീ എന്താ വിനയ കളിക്കണോ? നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. എന്റെ ഫോൺ അവൻ പിടിച്ചു വാങ്ങി, ആ രഘു. ഇന്നെങ്കിലും അവനത് തിരിച്ചു തന്നില്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങേണ്ടി വരും. രഘു എന്തിനാ നിന്റെ ഫോൺ തട്ടിയെടുത്തത്? അവന് നമ്മളെ നല്ല സംശയമുണ്ട്. നമ്മൾ ഇന്നലെ ഒരുമിച്ച് കൂടിയത് അവൻ കാണുന്നുണ്ടായിരുന്നു ജീവ. അപ്പ തൊട്ട് അവൻ എന്നെ ഫോളോ ചെയ്യായിരുന്നു. ഫോൺ രഘുവിന്റെ കൈപ്പെട്ടത് അപകടമല്ല വിനയ. അവനത് പോലീസിൽ ഏൽപ്പിച്ചാലോ? അതിലത്ര പേടിക്കാനൊന്നുമില്ല. ഞാൻ ഇന്നലെ നിങ്ങളെ കാണിച്ചതൊക്കെ തന്നെ അതിലുള്ളൂ. ബാക്കിയൊക്കെ എന്റെ ലാപ്ടോപ്പിലാ. എന്നാ നമുക്കതൊന്ന് കണ്ടാലോ വിനയ?
ആ ലാപ്പിനകത്തുള്ളത്. നീ വാ. അതെ, അതിന് ഇവിടെ വെക്കുന്ന റിസ്ക്കാ. ബാക്കി പണി കൂടെ തീർത്ത് ഞങ്ങളതും കൊണ്ടുപോവാ. അയ്യോ, എന്റെ കയ്യിലിപ്പോ ആ ഒരു ലാപ്ടോപ്പ് മാത്രമേ ഉള്ളൂ. ആരുടെയെങ്കിലും കോണ്ടാക്ട് നമ്പർ എടുക്കണമെങ്കിൽ പോലും അതിവിടെ വേണമെന്നേ. നിങ്ങളെ പോയിട്ട് നാളെ വാ, അപ്പോഴേക്കും ഞാൻ എല്ലാം റെഡിയാക്കി വെക്കാം. നീങ്ങ് വാ. വിനയന് ഇപ്പൊ തൽക്കാലം ഒരു ഫോൺ കിട്ടിയ ലാപ്പിലെ കോണ്ടാക്ട്സ് ഒക്കെ അതിലേക്ക് മാറ്റിക്കൂടെ? അതിന് ഫോൺ എവിടെ? ആസിഫേ, ഒരു 10,000 എടുത്തു കൊടുക്കും. വിനയൻ തൽക്കാലം അവൻ്റെ അമ്മാവനുമായിട്ട് ഒരു ഫോൺ വാങ്ങിക്കട്ടെ. അതുവരെ നമുക്കിവിടെ ഇരുന്ന് ലാപ്പിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. അല്ല, 10,000 രൂപക്കൊക്കെ എന്ത് ഫോൺ കിട്ടാനാ? എന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അത് തിരിച്ചു കിട്ടും വരെ വിനയന് കോൾ ചെയ്യാനൊരു ഫോൺ വേണ്ടേ? ഇത് അതിനാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരുമിച്ച് പോയി ഫോൺ വാങ്ങിക്കാം. മാമൻ ഈ ഫോണിനെ കുറിച്ചൊന്നും അറിയില്ലെന്നേ. വാ. നീങ്ങ് വന്നേ. നിന്റെ ഉടായ്പൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഇന്ന് ഇവിടെ ഇരുന്ന് നിന്റെ ലാപ്ടോപ്പിൽ നിന്ന് വീഡിയോ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. നിന്റെ മാമൻ അതിനെ ആപ്പാവാതിരിക്കാനാ അയാളെ ഫോൺ വാങ്ങിക്കാൻ പറഞ്ഞേക്കുന്നത്. നീ തന്നെ അതൊക്കെ ഒന്ന് മാനേജ് ചെയ്താ വഴക്കൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ ചിലരെ കൂടി ഇങ്ങോട്ട് വിളിച്ചു വരുത്തും. പിന്നെ അവരായിരിക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. വേണ്ട വേണ്ട, അതിനൊന്നും ആവശ്യമില്ല. മാമനെ ഞാൻ പറഞ്ഞിട്ടോളാം. ഓ, വാ. അമ്മ നിങ്ങളെ കണ്ടാ ടെൻഷനാവും. കണ്ടില്ലെന്നാ തോന്നുന്നത്. നിന്നെ ജയിലിൽ നിറക്കാൻ സഹായിച്ചത് ഞങ്ങളാണെന്ന് നീ അമ്മയോട് പറഞ്ഞില്ലേ? അത് പറഞ്ഞു. പക്ഷെ ഞാൻ ജയിലിൽ പോകാനുള്ള കാരണക്കാരും നിങ്ങളാണെന്ന് അമ്മയ്ക്കറിയാം. ഇപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ അധിക നേരം ഇവിടെ നിൽക്കാതെ പോകുന്നത് നല്ലതെന്നാ. നാളെ ആകുമ്പോഴേക്കും ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് തന്നാ പോരെ. കുറെ നാളുകൾ കഴിഞ്ഞില്ല വിനയാ, ഇനി കാത്തിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം.